പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ നടന്ന ഈ ഒരു സംഭവം രാജ്യം മുഴുവൻ അത്ഭുതപ്പെടുത്തിയത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ഒരു ആചാരമുണ്ട്. അതായത് ഭഗവാന് നൈവേദ്യം സമർപ്പിച്ച ശേഷം അവിടെയുള്ള പൂജാരിമാർ കൈകളിൽ വെള്ളമൊഴിച്ച് അതിൽ ഭഗവാന്റെ മുഖം കാണുന്നുണ്ടോ എന്ന് പരിശോധിക്കും. ആ വെള്ളത്തിൽ ജഗന്നാഥന്റെ മുഖം തെളിഞ്ഞാൽ ഭഗവാൻ ആ നൈവേദ്യം സ്വീകരിച്ചു എന്നാണ് അർത്ഥം. ഇങ്ങനെയാണ് ആ ക്ഷേത്രത്തിൽ ഭഗവാന് നൈവേദ്യം അർപ്പിച്ചിരുന്നത്. അതനുസരിച്ച് 1800-ൽ പുരി ജഗന്നാഥന് നൈവേദ്യം സമർപ്പിച്ച ശേഷം അവിടെയുണ്ടായിരുന്ന പൂജാരിമാർ കൈവെള്ളയിൽ വെള്ളമൊഴിച്ചു നോക്കി. എന്നാൽ ഇത്തവണ ഭഗവാന്റെ മുഖം വെള്ളത്തിൽ തെളിഞ്ഞില്ല. ഇത് കണ്ട് ഭയന്നുപോയ പൂജാരിമാർ ഉടൻ തന്നെ രാജാവിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ വിവരിച്ചു. ഇത് കേട്ട രാജാവ്, നിങ്ങൾ ഇന്ന് പാകം ചെയ്ത ഭക്ഷണം രുചികരമല്ലായിരിക്കാം, അതുകൊണ്ട് നിങ്ങൾ പോയി കൂടുതൽ രുചിയുള്ള പലതരം വിഭവങ്ങൾ തയ്യാറാക്കൂ എന്ന് ജോലിക്കാർക്ക് ഉത്തരവിട്ടു. അങ്ങനെ തയ്യാറാക്കിയ വിഭവങ്ങൾ ഭഗവാന് നൈവേദ്യമായി സമർപ്പിച്ചു. എന്നിട്ടും ദൈവത്തിന്റെ മുഖം വെള്ളത്തിൽ തെളിഞ്ഞില്ല. ഇതിൽ മനംനൊന്ത രാജാവ്, ഭഗവാൻ നൈവേദ്യം സ്വീകരിക്കുന്നതുവരെ ഞാൻ വെള്ളം പോലും കുടിക്കില്ല എന്ന് പറഞ്ഞ് ക്ഷേത്രത്തിൽ തന്നെ കിടന്നുറങ്ങി. അന്ന് രാത്രി രാജാവിന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട ജഗന്നാഥൻ പറഞ്ഞു, രാജാവേ, അടുത്ത ഗ്രാമത്തിലെ ഒരു വൃദ്ധ എന്നെ കഴിക്കാൻ വരൂ എന്ന് സ്നേഹത്തോടെ വിളിച്ചപ്പോൾ ഞാൻ അവിടെ ഭക്ഷണം കഴിക്കാൻ പോയി. അതുകൊണ്ടാണ് നിങ്ങൾ തന്ന നൈവേദ്യം സ്വീകരിക്കാൻ കഴിയാഞ്ഞത്. ഇപ്പോൾ എനിക്ക് വിശക്കുന്നു, ഭക്ഷണം തരൂ എന്ന് പറഞ്ഞ് അപ്രത്യക്ഷനായി. ഉറക്കത്തിൽ നിന്ന് ഉണർന്ന രാജാവ് ഭഗവാന് നൈവേദ്യം അർപ്പിച്ചു. ഇപ്പോൾ വെള്ളത്തിൽ പുരി ജഗന്നാഥന്റെ മുഖം തെളിഞ്ഞു. യഥാർത്ഥ ഭക്തിയുണ്ടെങ്കിൽ ദൈവം എവിടെയായാലും അത് സ്വീകരിക്കും. നിങ്ങൾക്ക് ജഗന്നാഥനെ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കമന്റിൽ ജയ് ജഗന്നാഥ് എന്ന് കമന്റ് ചെയ്യുക.